ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയും ഒരു ഹോൾ വീഡിയോ ആണ്. പക്ഷേ ഫ്ലിപ്കാർട്ടിലെ അല്ല, ഇത് മീഷോ ഹോളാണ് ഇന്നത്തേത്. ഇന്ന് രണ്ട് ഡ്രസ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. രണ്ടും ഒരു ക്രോപ്പ് ടോപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പും കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പും കണ്ടാലോ? അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഒരു ടോപ്പാണ്. ഇതൊരു ചെറിയ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇത് അത്യാവശ്യം കുറേ പേര് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് റിവ്യൂസ് ഉണ്ട്. 3.9 റിവ്യൂസും കൊണ്ട് ഇതിനുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമുള്ളൊരു ടോപ്പാണ്. ഇത് നമ്മൾ ഇത്രയുള്ള ടോപ്പാണ്. ഇത് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മളുടെ വേസ്റ്റ് വരെ എത്തും. അത്രയും ഇറക്കമാണ്, അത്രയും ലെങ്ത്താണ് ഇതിനുള്ളത്. ഇതിൻ്റെ സ്ലീവ് വരപ്പോഴത്തേക്കും ഒരു ഹാഫ് കപ്പ് പോലെ ഈ ഫ്രണ്ട് പോർഷൻ്റെ ഇവിടെ മാത്രം ഒരു കപ്പ് വന്നിട്ട് താഴോട്ട് ഇത്രയും ഈ ഒരു ലെങ്ത്തിൽ വരുന്ന ഒരു സ്ലീവാണ് ഇതിന് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവാണ്. ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ മാത്രം കുറച്ച് പഫ് ഇരിക്കുമ്പോഴത്തേക്കും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ രണ്ടും അതേപോലെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബേക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയറി നിൽക്കുന്ന ഒരു സൈസ് ബേക്ക് തന്നെയാണ്. അത്യാവശ്യം മുകളിൽ നിൽക്കുന്നൊരു ബേക്കാണ് ഇതിലുള്ളത്. പക്ഷേ ഫ്രണ്ട് അത്യാവശ്യം താഴ്ന്നു കിടക്കുന്നതാണ്. ഓവറായിട്ട് താഴ്ന്നു കിടക്കുന്നതല്ല, മാനേജബിളായിട്ട് കുറച്ച് താഴ്ന്നു കിടക്കുന്നതാണ്. നല്ല ഡീപ്പ് നിൽക്കല്ല. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ടിലെ ഡിസൈൻ നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ മോഡൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൈലിനാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊടുത്തത്. ഐ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് എല്ലാവർക്കും സജഷൻ ചെയ്യും. കാരണം ഇതിടപ്പോഴും ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. ഇതിടപ്പോഴും ഒരുപാട് കംഫർട്ടബിളാണ് ഇടാൻ. പക്ഷേ കുറച്ച് ലൂസുള്ളത് നോക്കി മേടിക്കപ്പോഴത്തേക്ക് അത് കുറച്ച് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇത് കുറച്ച് ലൂസുള്ളപ്പോൾ തന്നെയാണ് മേടിച്ചത്. ഞാനിത് മേടിച്ചത് മീഡിയമാണ്. ഓക്കെ, മീഡിയമാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എന്നാലും യെസ്, ഓഫ് കോഴ്സ് ഇത് കുറച്ച് നമ്മുടെ ബോഡിയായിട്ട് ചേർന്ന് കിടക്കപ്പോഴത്തേക്കാണ് ആ ഷേപ്പ് കിട്ടുന്നത്. പക്ഷേ ചൂടെടുക്കുന്ന മെറ്റീരിയലാണിത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഇത് കാണാനൊക്കെ അടിപൊളി ഭംഗിയാണ്. ഇത് നമുക്ക് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജീൻസിൻ്റെ കൂടെ ആണെങ്കിൽ ബാഗി ജീൻസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പോകും. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുവരെ ബാഗി ജീൻസ് ഇല്ല. ഞാൻ ഇന്ന് ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരെണ്ണം മേടിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് സ്കിന്നി ഫിറ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഒരുപാട് തവണ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തന്നെ തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് വണ്ണം വെച്ചു, നേരത്തെക്കാളും കുറച്ച് വണ്ണം വെച്ചുകൊണ്ട് ഇത് ഇത്രയും ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സായതുകൊണ്ട് എനിക്ക് വണ്ണം വെച്ചുകൊണ്ട് അത് കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് അത് ഒരുമാതിരി എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല ഇപ്പോൾ ഇത് ഇടാൻ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ചെറുതായി. ഇനി എനിക്ക് എൻ്റെ ബെല്ലിയൊക്കെ കുറച്ചിട്ട് വേണം ഇത് ഒന്നും കൂടി ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ. അതർവൈസ് എനിക്ക് ബെല്ലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ കുറച്ച് മെലിഞ്ഞിരുന്ന സമയത്ത്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഞാനിത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അന്നൊക്കെ നല്ല ഇത് സ്കിന്നി ഫിറ്റ് ആയതുകൊണ്ട് നല്ല ഷേപ്പിന് തന്നെ കിടക്കും. അപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ആര് കണ്ടാലും നമ്മളെ നോക്കും. എന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈൽ നന്നാവുമ്പോഴത്തേക്ക് ആൾക്കാർ നോർമലി എല്ലാവരും നോക്കും. കാരണം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയും കൂടെ ഭാഗമാണ് നമ്മളെ ഡ്രസ്സ് ധരിക്കുന്നതും ഇൻ കേസ് മുടി കിട്ടുന്നതൊക്കെ എല്ലാം. അപ്പോഴത്തേക്കും ഇതൊരു ജീൻസിൻ്റെ കൂടെ സ്കിന്നി ഫിറ്റ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ബാഗി ജീൻസിൻ്റെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് പോകും. അടിപൊളിയാണ്. ഞാനിതിന് ഇതിൻ്റെ ക്വാളിറ്റി, മെറ്റീരിയൽ എല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഞാനിതിന് 10 out of 10 കൊടുക്കും. കാരണം മീഷോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പ്രോഡക്റ്റുമുണ്ട്, അതേപോലെ തന്നെ ചീപ്പ് പ്രോഡക്റ്റുമുണ്ട്. നമ്മൾ നന്നായിട്ട് നോക്കി മേടിക്കണം. റിവ്യൂസൊക്കെ നോക്കി മേടിക്കുന്നതനുസരിച്ചിരിക്കും. ഇതിൽ ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് മേടിച്ചതിൽ എനിക്ക് ഒരു റിഗ്രറ്റുമില്ല. ഇനി എനിക്ക് കുറച്ചും കൂടെ ബെല്ലി ഫാറ്റ് കുറച്ചിട്ട് വേണം എനിക്കിത് ഒന്നും കൂടെ വെയർ ചെയ്തിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പാണ് സെക്കൻഡ് വരുന്നത്. അത് ബ്ലാക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ കമോൺ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് ഇതും അതേപോലെ തന്നെയാണ്, ബ്ലാക്കാണ്. പക്ഷേ എനിക്ക് അതർവൈസ് ഇത് രണ്ടും സൂപ്പർബാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ കുറച്ച് വണ്ണം വെച്ചുകൊണ്ട് എനിക്കിതൊന്നും ഇടാൻ പറ്റത്തില്ല. അത് ഒരു പ്രശ്നമുള്ളൂ. എനിക്കിപ്പോൾ ഈ ബെല്ലി കുറച്ചിങ്ങനെ തള്ളിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് ഇടാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇത് ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിത് ഡിഗ്രിക്ക് പഠിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കോളേജ് ടൂറിന് പോകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇത് മേടിച്ചത്. അന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഇതാണ് ഇട്ടത്. അപ്പോൾ തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു.
ഇതും അതേപോലെ തന്നെ നോർമലായിട്ട് ഇത് നമ്മുടെ വേസ്റ്റ് വരെ ഇപ്പോൾ എൻ്റെ ഹൈറ്റിൽ എനിക്കിത് വേസ്റ്റ് വരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ സ്മാളാണ് മേടിച്ചത്. ഇതും മറ്റേൻ്റെ അതേപോലത്തെ തന്നെ സ്ലീവാണുള്ളത്. ഇവിടെ മാത്രം പഫ് വന്നിട്ട് ബാക്കി ഇങ്ങോട്ട് ഇത്രയും സ്ലീവാണുള്ളത്, ഹാഫ് സ്ലീവാണുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഈ സ്ലീവാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇത് ഫുള്ള് ബോഡി ഫിറ്റായിട്ടിരുന്നിട്ട് ഇവിടെ കയ്യും എല്ലാം ഫിറ്റായിട്ടിരുന്നിട്ട് ഇവിടെ മാത്രമൊക്കെ ചെറിയൊരു പഫ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. മൊത്തത്തിൽ ഓവർലുക്ക് ഗ്രേറ്റ് ആയിട്ട് നമുക്ക് തോന്നും. അത്രയും സൂപ്പറായിട്ടുള്ളൊരു കൈയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കണ്ടോ, സ്ലീവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ആദ്യം ഞാൻ ഇതാണ് മേടിച്ചത്. ഇത് മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് മേടിച്ചത്. ഇത് ഞാൻ അത്രയും ഇട്ട് യൂസാക്കി അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇതേ മോഡലിൽ തന്നെ എനിക്ക് വേറെ ഒരെണ്ണം വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ മേടിച്ചത്. റേറ്റിങ്ങും സെയിം തന്നെയാണ്. ഏകദേശം രണ്ടിൻ്റെ റേറ്റിംഗ് ഒരു 4ൻ്റെ താഴെ എന്തായാലും വരും. എന്ന് വെച്ചാൽ 3.9 ഒക്കെ വന്നെന്ന് കരുതിയിട്ട് അത്രയും ചീപ്പൊന്നുമില്ല. 4, 5 എന്നൊക്കെ ഉള്ളത് മാത്രം അല്ല നല്ലത്. 3.6, 3.5, 3.3 ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷേ 3.5 തൊട്ടൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അവർ തരുന്നത് നമുക്ക്. അതേപോലെ തന്നെ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഒരുപാട് തവണ ഇത് ബനിയൻ ടൈപ്പാണ്. നന്നായിട്ട് ചൂടെടുക്കുന്ന മെറ്റീരിയൽ തന്നെയാണിത്. നമുക്കിപ്പോൾ ചൂടത്തൊക്കെ ഇട്ടുകൊണ്ട് പോയാലും ചൂടെടുക്കും, സ്വാഭാവികമായിട്ട് ചൂടെടുക്കും. പക്ഷേ നമ്മളല്ലാതെ റോളടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇടാനാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് ചൂട് സഹിച്ചാലും കുഴപ്പമില്ല. റോളടിയാണ് മുഖ്യം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ റിയലി റെക്കമെൻഡ് ദിസ് വൺ. അതേപോലെ തന്നെ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെയും ബാക്ക് കണ്ടോ, ബാക്കിൽ കഴുത്ത് ഇത്രയും പൊങ്ങി തന്നെ ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കവറായിട്ട് കിടക്കുന്ന ബാക്കാണ്. ഫ്രണ്ടിലാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള വീനെക്ക് വരുന്നത്. ഈ വീനെക്ക് വരപ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ റൗണ്ട് നെക്കാണ്. ഈ ഫ്രണ്ടിൽ റൗണ്ട് നെക്ക് ഇതായതുകൊണ്ട് ഓക്കെ, ഇത് കൊള്ളാം. പക്ഷേ നമുക്ക് ഫ്രണ്ടിലൊരു വിയോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഓവർ ലുക്കേ മാറിപ്പോകും. കാരണം അത്രയും സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ നമ്മുടെ ഡ്രസ്സിൽ ഇപ്പോൾ ചെറിയ ഡീറ്റെയിൽസ് വന്നാലും അത് നമ്മളെ ഓവർ ലുക്കിനെ നന്നായിട്ട് മാറ്റും. നല്ല ഡിഫറൻറ്റ് നമുക്ക് കിട്ടും. അതേപോലത്തെ ഒരു ഡിഫറൻറ്റ് ഇതിപ്പോൾ ഇങ്ങനെ ഈ വീനെക്ക് വന്നിരിക്കുന്നത്. ഈ വീനെക്ക് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് സിമ്പിൾ ബ്ലാക്ക് ഒരു ടോപ്പ്, ബട്ട് ഇതിൻ്റെ ചെറിയ 2 ഡീറ്റെയിൽസ് മാത്രമേ അവർ മാറ്റിയിട്ടുള്ളൂ. കൈയിൻ്റെ ഇവിടെ ഒരു കപ്പ് കൊടുത്തു, അതേപോലെ ഒരു വീനെക്കും ആക്കി. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം വണ്ണമില്ലാത്തവർക്കും എല്ലാവർക്കും ബാഗി ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ ഐ റിയലി റെക്കമെൻഡ് ദിസ് വൺ. ആൻഡ് നമുക്കിപ്പോൾ കുറച്ച് മെലിഞ്ഞത് നല്ല അടിപൊളി ഷേപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ സ്കിന്നി ഫിറ്റിൻ്റെ കൂടെ കിട്ടുവാണെങ്കിൽ അത്രയും സൂപ്പറായിരിക്കും. ഞാൻ അത്യാവശ്യം ആദ്യം ഇത് മേടിച്ചപ്പോഴത്തേക്കൊക്കെ ഇത് സ്കിന്നി ഫിറ്റ് പാൻറ്റിൻ്റെ കൂടെ തന്നെയാണ് ഇട്ടിരുന്നത്. ഇനി എനിക്ക് ബാഗി ജീൻസ് മേടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് വണ്ണവും വയറുമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ബാഗി ജീൻസ് മേടിക്കുന്നത്. അത് പണ്ട് മുതൽ ട്രെൻഡായിരുന്നു, പക്ഷേ എനിക്കത് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ബാഗി ജീൻസിൻ്റെ അടുത്ത് അത്ര ഇഷ്ടം തോന്നിയത്. എന്തായാലും ഞാൻ മേടിക്കുന്നതാണ്. ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ, അങ്ങനെ 2-3 ഞാൻ മേടിച്ചിട്ട് ഇതെല്ലാം കൂടി എനിക്ക് ബാഗി ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യണം. ഇത് ഒരുപാട് തവണ ഇട്ടിട്ടും ഇത് കഴുകിയിട്ടും ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇത് ഞാൻ മേടിച്ചപ്പോൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. വെയിലത്ത് നമ്മൾ അധികം നേരം ഇടപ്പോഴത്തേക്കാണ് ഇതേപോലത്തെ ഡ്രസ്സിൻ്റെയൊക്കെ കളറ് മങ്ങിയിട്ടൊരുമാതിരി ഗ്രേ കളർ വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ തിരിച്ചിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഒരുപാട് വെയിലത്തിടാതിരുന്നാൽ മതി. വെയിലത്തിട്ടാലും പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഉണങ്ങി കിട്ടപ്പോൾ തന്നെ എടുക്കണം. അവിടെ തന്നെ ഇട്ടിരുന്ന് ഇത് നരപ്പിച്ച് പോകരുത്. കാരണം ഇത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് വണ്ണം വെച്ച് പൊണത്തടിയാവുന്നത് വരെയും ഇത് ഇടാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരുപാട് സൈസ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു സ്മോൾ തൊട്ടിട്ട് മീഡിയം, XL, XXL വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് രണ്ടുമാണ്. XXL വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെയും XXL ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെയും XXL ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഹോൾ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ലിങ്ക് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കോഡ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് വേണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ അതിൻ്റെ കോഡ് നോക്കുക. അതേപോലെ ആ കോഡ് എടുത്തുകൊണ്ട് പോയിട്ട് മീഷോയിൽ സെർച്ച് ചെയ്യുക.
മേടിക്കുക, ഇടുക, റോളടിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് തിരുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അതിനും ഉത്തരം പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ടോപ്പും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ടോപ്പാണ് കേട്ടോ. ഒരുപാട് നാൾ ഞാൻ ഇട്ടിട്ട് ഇതിനധികം പ്രത്യേകിച്ച് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടും ഇത് ഞാൻ മേടിച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. കാരണം അത്രയും സൂപ്പർ ആണ്. കാരണം ഇത് വേറെ വിഷയമൊന്നുമില്ല, പിന്നിപ്പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു 300 ബിലോ ആണ്. അപ്പോൾ ഇത് പിന്നിപ്പോവോ കളർ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇടപ്പത്തേക്ക് നല്ല വെയിലത്ത് ഇടപ്പത്തേക്ക് കുറച്ച് നമുക്ക് ചൂടെടുക്കുന്നതെന്ന് ഒഴിച്ച് ബാക്കിയൊരു പ്രശ്നം ഇതിലുണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾ സമ്മറിലിടാതെ വിൻ്ററിലൊക്കെ ഇടും. വിൻ്ററിലൊക്കെ ഇടപ്പത്തേക്ക് ചൂടെടുക്കുന്ന ആ പ്രശ്നം കാണത്തില്ല, അങ്ങ് നന്നായിട്ട് അങ്ങ് പൊയ്ക്കോളും. പക്ഷേ സമ്മറിലൊന്നും എടുത്ത് ഇടാൻ നിൽക്കരുത്, കാരണം ചൂടെടുത്ത് പരപ്പള്ളിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കോഡ്, എനിക്ക് ലിങ്ക് തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അത് നോക്കിയിട്ട് അതേപോലെ തന്നെ മീഷോയിൽ പോയിട്ട് ആ കോഡ് അടിച്ചു കൊടുത്താൽ ഈ ഡ്രസ്സ് കിട്ടും. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് മാത്രം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിവ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഇത് മേടിച്ച് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ പ്രൊഡക്റ്റുമായിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.